കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണന്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണനതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തണുണ്ട്. അതിന്റെ ശോഭയില് പൊന്നുണ്ണിക്കണ്ണന്റെ പുഞ്ചിരിക്ക് കൂടുതൽ കൂടുതൽ ഒരു ഭംഗിയുണ്ട്. പൊന്നുണ്ണിക്കണ്ണന്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുത്ത് ഒരു പീതാംബരപ്പട്ടും ചുവപ്പ് പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട്. വലത് കൈയിൽ ഓടക്കുഴലുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചെറിഞ്ഞ് നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ഭക്തർക്കെല്ലാവർക്കും സന്തോഷത്തിൽ ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണന്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണന്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. കണ്ണന്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് വായിച്ചാലോ? എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് പീതാംബരപ്പട്ടും ചുവപ്പ് പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് വലത് കൈയിൽ ഓടക്കുഴലും പിടിച്ച് സർവ ആഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചരിക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കൂ. അതാ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അതാ കയറി വരണു. ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആ കണ്ണനെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ. എല്ലാവരും കണ്ണന്റെ തിരുനാമങ്ങൾ ജപിച്ചോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണന്റെ തിരുനാമങ്ങൾ ഉറക്കെ 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 ജപിക്കുക. കണ്ണൻ അത് കേൾക്കും. കേൾക്കാതിരിക്കാൻ കണ്ണന് പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞാൽ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി വരും. നമ്മൾ കൊടുത്ത സ്നേഹത്തിന്റെ 10 മടങ്ങ് ഇരട്ടി സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കാം. നിത്യം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയരുത്. നമ്മൾ ഉപാസിക്കണം. അതുമാത്രം പോരാ, വരും തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് ഉപാസിപ്പിക്കുകയും ചെയ്യണം. ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണിത്. അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കേണ്ട. ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.